അങ്ങനെ കുറേ നാളിന് ശേഷം ഒരു വിവാഹം കൂടാനായിട്ട് പോയി. വെളിയം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അവിടെ ചാട്ടങ്ങളും ബഹളങ്ങളും ആഡംബരങ്ങളും ഒന്നുമില്ലാതെ തികച്ചും മനോഹരമായിട്ടൊരു വിവാഹമായിരുന്നു. വധുവും വരനും കൂടി ഒരുമിച്ച് താലത്തിൽ എണ്ണയും തിരിയും ദക്ഷിണയും ഒക്കെ ആയിട്ട് അമ്പലത്തിലേക്ക് കയറി തൊഴുതിട്ടാണ് മണ്ഡപത്തിലേക്ക് കയറിയിരുന്നത്. താലികെട്ടിന് ശേഷം നടന്ന ഈ ഒരു ചടങ്ങിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഉറുമാൽ കെട്ട് വിവാഹ ദിന ആചാരങ്ങളുടെ പ്രധാന ഭാഗമാണിത് കേട്ടോ. ഇവിടെ ഇപ്പോൾ വരൻ്റെ അളിയൻ്റെ സ്ഥാനത്തുള്ളവർ, അതായത് വരൻ്റെ പിതാവിൻ്റെ സഹോദരിയുടെ ആൺമക്കളോ മാതാവിൻ്റെ സഹോദരൻ്റെ ആൺമക്കളോ അതല്ലെങ്കിൽ വധുവിൻ്റെ സഹോദര സ്ഥാനത്തുള്ളവരെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇവർ വരന് ചന്ദനവും കുങ്കുമവും ഒക്കെ ചാർത്തി ഉറുമാൽ കെട്ടി. ഈ ഉറുമാൽ കെട്ടുക എന്ന് പറയുന്നത് ഈ തലപ്പാവ് കെട്ടുക. ഇങ്ങനെ തലപ്പാവ് കെട്ടിയ ശേഷം സമ്മാനങ്ങൾ നൽകുന്ന ചടങ്ങാണിത്. തമിഴ് വിവാഹ ചടങ്ങുകളിൽ കുറച്ചുകൂടി വിപുലമായിട്ട് ഈ ചടങ്ങ് നമുക്ക് കാണാൻ പറ്റുമേ. മുൻപ് ഈ ചടങ്ങെന്ന് വെച്ചാൽ വരൻ്റെ കുടുംബത്തിന് വധുവിൻ്റെ കുടുംബം പരമ്പരാഗതമായ സമ്മാനങ്ങൾ നൽകുന്നതായിരുന്നു. പരമ്പരാഗതമായ വസ്ത്രങ്ങളോ സ്വർണം, വെള്ളി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഭരണങ്ങളൊക്കെയാണ് അന്ന് കൊടുത്തിരുന്നത്. എല്ലാ ആചാരങ്ങൾക്ക് പിന്നിലും ഒരു വിശ്വാസം കാണുമല്ലോ. നവദമ്പതികളെ പിന്തുണയ്ക്കുന്നുവെന്നും ഇരു കുടുംബങ്ങളിലെയും ബന്ധങ്ങൾ ദൃഢമായി ഊട്ടിയുറപ്പിക്കുന്നതുമാണ് ഈ ചടങ്ങിൻ്റെ വിശ്വാസം ലക്ഷ്യവും. ഇരു കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാം തന്നെ അവരുടെ സ്നേഹവും ബഹുമാനവുമെല്ലാം ഈ ചടങ്ങിലൂടെ പ്രകടമാക്കുന്നു. കൊങ്കു മേഖലകളിൽ ശ്രദ്ധേയമായ ചടങ്ങാണിത്. കല്യാണത്തിന് മുൻപോ അതിന് ശേഷമോ ഇത് വിപുലമായി നടത്തിവരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഇവിടെയും നടന്നു വന്നത്. പിന്നീട് തലമുറകൾ മാറി വരുന്നതനുസരിച്ച് ചടങ്ങുകളിൽ പല മാറ്റങ്ങളും വന്നു തുടങ്ങി. പുതിയ ജീവിതം ആരംഭിക്കുന്ന ദമ്പതികൾക്ക് മാനസികവും സാമൂഹികവുമായ പിന്തുണ നൽകാൻ ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ കഴിയുന്നു. ബാക്കി ചടങ്ങുകൾ ഒക്കെ കഴിഞ്ഞ് വരനും വധുവും വീട്ടിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. വരന്റെ അമ്മ വധുവരന്മാരെ ആരതി ഒഴിഞ്ഞാണ് സ്വീകരിക്കുന്നത്. മഞ്ഞളും ചുണ്ണാമ്പും കലക്കിയ വെള്ളം നിറച്ച പാത്രത്തിൽ ഒരു ചിരാതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ വിളക്കുകളോ വെച്ച് കത്തിച്ചാണ് ഒഴിയുന്നത്. വധൂവരന്മാരെ ഒഴിഞ്ഞ തിരിയും വെള്ളവും കൂടി വീടിൻ്റെ തെക്ക് ഭാഗത്തായി കമഴ്ത്തി കളയണമെന്നാണ് വിശ്വാസം. അതിനുശേഷമാണ് നിലവിളക്ക് കൈമാറി വധൂവരന്മാർ വീട്ടിലേക്ക് കയറുന്നത്. ഹിന്ദു ആചാരപ്രകാരം ഈ ചടങ്ങ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടും ഐശ്വര്യത്തോടും കൂടി സമാധാനവും സമൃദ്ധിയും വന്നു ചേരുമെന്നാണ് വിശ്വാസം. പിന്നീടുള്ള ചടങ്ങാണ് മധുരം നൽകൽ. വധൂവരന്മാർക്ക് പാലും പഴവും വിളമ്പുന്ന പാരമ്പര്യം അവരുടെ ജീവിതത്തിലെ വിശുദ്ധി, സമൃദ്ധി, ഏകീകൃതമായ പുതിയ തുടക്കങ്ങൾ എന്നിവയുടെ പ്രതീകമാണ്. മധുരം പങ്കിട്ട് കഴിച്ചുകൊണ്ട് വധൂവരന്മാർ പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നു. ആചാരങ്ങളും വിശ്വാസങ്ങളുമെല്ലാം ഓരോ പ്രദേശത്തും വ്യത്യസ്തമാണെങ്കിലും ലക്ഷ്യം സന്തോഷപൂർണ്ണമായ ഒരു ദാമ്പത്യബന്ധം തന്നെയല്ലേ.